ജോബിൻ്റെ എന്ത് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇതുവരെ ഒരു ഇൻ്റർവ്യൂ തന്നെ എടുത്തിട്ടില്ല. കാരണം ഞാൻ ഒന്നും മിണ്ടില്ല, വെറുതെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ ചെയ്യാൻ നമ്മളെല്ലാ വർക്കുകളും ഒന്നും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് ഹോബിയാണ്. അപ്പം എങ്ങനെ എടുത്താലും നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് അങ്ങനെ കിട്ടില്ല. എന്താണ് അഞ്ജന ഈ മേഖലയിൽ അനുഭവിക്കുന്ന പ്രഷർ? നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഫോട്ടോഗ്രാഫേഴ്സും ഭയങ്കര കുറവാണ്. നമ്മൾ കൂടുതലും ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കിയിട്ടും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയും പോകുമ്പോഴും ഏതെങ്കിലും ഇപ്പം ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫ് നമ്മളിങ്ങനെ നോക്കും ഇവരെന്തായിരിക്കും ചെയ്യാന്ന്. പിന്നെ വീട്ടിൽ പോയിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യും, എന്തായിരിക്കും അവർ അങ്ങനെ ചെയ്തത്. എനിക്ക് എപ്പോഴും ആളുകളുടെ മുഖം എടുക്കാനാണ് ഇഷ്ടം. എനിക്ക് ഒത്തിരി റഷിൽ നിന്ന് ഇപ്പോൾ വെഡ്ഡിങ് എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൻ്റെ ഭയങ്കര അത് ഒരു മൊമെന്റ് പോയി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നമുക്കത് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കൂടുതലും വരുമ്പോൾ ചേട്ടൻ മുഖം കണ്ടപ്പോൾ ഓർത്താണ് എനിക്ക് കൂടുതലും വരുന്നത് മാട്രിമോണിയിൽ ഇടാൻ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് നമ്മുടെ ഭാവന സ്റ്റുഡിയോസിലെ ഫോട്ടോഗ്രാഫർ മഹേഷാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നുമല്ല കാര്യമെന്ന് പറഞ്ഞു തരാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഇന്ന് കാരിയർ വെളിയിലുള്ളത്, അഞ്ജന ഗോപിനാഥ്. ഹായ്. അഞ്ജന ഗോപിനാഥ് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? വേറൊരു പേരോട് പറയണം. അതെന്താ? കുഞ്ഞിപ്പാറാണോ? ഇൻസ്റ്റാഗ്രാം ഐ ഡി അതാണല്ലേ, കുഞ്ഞിപ്പാറു. അപ്പോൾ കുഞ്ഞിപ്പാറു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കാണാം. അതും ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സാണ്, എല്ലാം ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പം ഈ പ്രൊഫഷനിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്നും എന്താണ് ഈ പ്രൊഫഷൻ എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എപ്പോഴാണ് എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് എന്ന് കുഞ്ഞിപ്പാറു മനസ്സിലാക്കിയത്? ആക്ച്വലി ഞാൻ എങ്ങനെ പോയാലും എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഫാമിലിക്ക് അറിയായിരുന്നു ഞാൻ പഠിച്ചൊരു നിലയിൽ എത്തില്ല എന്ന്. അവർക്കും അറിയായിരുന്നു, എനിക്കും അറിയാം. അത് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു അല്ലേ? എന്താ പഠിച്ചപ്പോ എപ്പോഴായിരുന്നു ഒരു തിരിച്ചറിവ്? അവർക്ക് ചെറുപ്പം തൊട്ടേ എന്നിൽ ആ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം അവർ പേപ്പറൊക്കെ കാണുമ്പോൾ അവർക്ക് അറിയാലോ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ അന്ന് ഞാനിങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു ഞാൻ കൂടുതൽ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫി ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല, വെറുതെ മൊബൈലിൽ ഫ്രണ്ട്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ എടുത്ത് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അവരാണ് എന്നോട് പറയുന്നത് ഇനിയിപ്പം ഇത് ചെയ്ത് നോക്കൂ, ഇത് അവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെയാണ് കൂടുതൽ ഇതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ പഠിച്ച് അതെ ആ കാര്യങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിന് കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊഫഷണലി ഇതിലേക്ക് ഇറങ്ങിയത്. കുഞ്ഞിപ്പാറു പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലുള്ളതുകൊണ്ട് എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, ആദ്യം മൊബൈലാണ് എടുത്തു തുടങ്ങിയത്. അന്ന് ഏറ്റവും കൂടുതൽ അപ്രീഷിയേഷൻ കിട്ടിയ ഫോട്ടോ ഏതായിരുന്നു? കൂടുതലും നമ്മൾ ഇടുക്കിന്ന് വരുന്നോണ്ട് ഇടുക്കിക്കാരിയാണ്, അതെ നാട്ടുകാരിയാണ്. കൂടുതൽ നമ്മളെ നേച്ചർ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ലേഡി ആരെങ്കിലും പിന്നെ പ്ലസ് നേച്ചർ അങ്ങനെ എടുക്കുന്ന ഫോട്ടോസിനായിരുന്നു കൂടുതൽ റീച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും പ്രകൃതി രമണീയമായ ഏരിയകൾക്കായിരുന്നു കൂടുതൽ റീച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് പ്രൊഫൈലിലേക്കൊക്കെ കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളും വന്നു തുടങ്ങിയത് ഇടുക്കിക്കാരി എന്നുള്ള പേരിലാണ്. ഇൻസ്റ്റാ എന്നൊരു മീഡിയം അതിൽ ഫോട്ടോസ് ഇടാം എന്നൊക്കെയുള്ളൊരു തോട്ട് അപ്പോഴാണോ വന്നത്? ഈ ലോക്ക്ഡൗൺ ടൈമിലാണോ? ഞാൻ ഇൻസ്റ്റ അതിന് മുന്നേ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ കുറച്ച് അല്ലാത്ത ഫോട്ടോസും ജസ്റ്റ് അത് നമ്മൾ വെറുതെ ലൈക്ക് കിട്ടാനും ഫോളോവേഴ്സിനെ കിട്ടാനൊക്കെ വേണ്ടി വെറുതെ ഇടുമായിരുന്നല്ലോ. അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ ഫോളോവേഴ്സ് വരുന്നത് കാണുമ്പോൾ രസമായി. അപ്പം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിൽ എൻ്റെ ചിന്തയിൽ ഫോളോവേഴ്സ് വരിക എന്നുള്ള മാത്രം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ രീതി മാറി. അപ്പം എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പം മഹേഷിൻ്റെ അച്ഛൻ ആ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, സ്വയം പഠിക്കാൻ പറ്റും അല്ലേ? അങ്ങനെ പഠിച്ച ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു ആ പഠന രീതി? എങ്ങനെയായിരുന്നു? നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഫോട്ടോഗ്രാഫേഴ്സും ഭയങ്കര കുറവാണ്. അപ്പം നമ്മൾ കൂടുതലും ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കിയിട്ടും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയും പോകുമ്പോഴും ഏതെങ്കിലും ഇപ്പം ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫ് നമ്മളിങ്ങനെ നോക്കും ഇവരെന്തായിരിക്കും ചെയ്യാന്ന്. പിന്നെ വീട്ടിൽ പോയിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യും, എന്തായിരിക്കും അവർ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഇപ്പം നമ്മളൊരു വെഡ്ഡിങ്ങിന് പോയാലും എവിടെയെങ്കിലൊക്കെ പോകുമ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും വേറെ ആൾക്കാർ അവരെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്താ അവർ ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മൾ അത് നോക്കിയിട്ട് പിന്നെ വന്ന് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ നമ്മൾ യൂട്യൂബാണ് ആശ്രയിച്ചിരുന്നല്ലേ? അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മേഖലയിൽ തന്നെ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട് അല്ല. ഫാഷൻ ഫോട്ടോഗ്രാഫി ഒന്ന്, അതിലാണ് ഇപ്പോൾ അഞ്ജന കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ അതൊക്കെ. പിന്നെ ഈ സയൻസ് ഫോട്ടോഗ്രാഫി ഉണ്ട്, നേച്ചർ ഫോട്ടോഗ്രാഫി ഉണ്ട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കുറേ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നും പോവാതെ ഇതാണ്
ഇതാണ് എനിക്ക് ഓക്കെ എന്ന് തോന്നിയത് എപ്പോഴാണ് അങ്ങനെ? എനിക്ക് എപ്പോഴും ആളുകളുടെ മുഖം എടുക്കാനാണ് ഇഷ്ടം. എനിക്ക് ഒത്തിരി റഷിൽ നിന്ന് ഇപ്പോൾ വെഡ്ഡിങ് എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൻ്റെ ഭയങ്കര അത് ഒരു മൊമെൻറ്റ് പോയി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നമുക്കത് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതിലാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് എവിടെ നിർത്തി നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാളുടെ ഏറ്റവും ഭംഗിയുള്ളൊരു മുഖം ക്യാപ്ചർ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഈ പറയുന്ന എന്താ പറയാ, നമ്മുടെ കാൻഡിഡ് എന്ന വാക്ക് അല്ലേ, നമ്മളെപ്പോഴും ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ കാൻഡിഡ് എന്നിടാറുണ്ട്. അപ്പോൾ ഈ കാൻഡിഡ് ഫോട്ടോസ് ഒക്കെ ഉള്ളൊരു സമയത്ത് അതൊന്നും പോവാതെ ഇങ്ങനെ തന്നെ, അതാണ് അഞ്ജനയ്ക്ക് ഇഷ്ടം. അതെ, കാൻഡിഡ് എടുത്തിട്ടുണ്ട്, എന്നാലും കൂടുതലും എനിക്ക് അല്ലാത്ത ഫോട്ടോസ് എടുക്കാനാണ് ഇഷ്ടം. ഇപ്പം അഞ്ജനയ്ക്ക് സംഭവിച്ച പോലെ തന്നെ പഠിച്ചിട്ട് പോയി ഒരു എന്താണ് പറയുക അങ്ങനെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാവാൻ താല്പര്യമില്ല. അതിന് പകരം നമ്മുടെ ഹോബി ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ പ്രൊഫഷനായിട്ട് മാറിയ രണ്ട് ഗുണങ്ങൾ ഞാൻ എന്നും നമ്മുടെ കരിയറിൽ പറയുന്ന കാര്യമാണത്. നമ്മുടെ ഒരു ഹോബി അത് നമ്മുടെ കരിയറായിട്ട് മാറുന്നു അല്ലെങ്കിൽ പ്രൊഫഷനായിട്ട് മാറുന്നു. അപ്പോൾ ഒന്നും നമുക്ക് ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല, പിന്നെ നമുക്ക് എപ്പോഴും അത് ചെയ്യാനുള്ളൊരു ത്വരയുണ്ട്. കാരണം നമ്മളെ ഹോബിയാണല്ലോ അത്. അങ്ങനെയല്ല നമ്മൾ ജോലിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രഷർ ഉണ്ടാവും. അപ്പം നമുക്ക് അത്ര എൻജോയ് ചെയ്ത് നമുക്ക് ആ വർക്ക് നമ്മൾ അതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പോലെ നമുക്ക് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ നമ്മൾ എല്ലാ വർക്കുകളും ഒന്നും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് ഹോബിയാണ്. അപ്പം എങ്ങനെ എടുത്താലും നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് അങ്ങനെ കിട്ടില്ല. എന്താണ് അഞ്ജന ഈ മേഖലയിൽ അനുഭവിക്കുന്ന പ്രഷർ? എനിക്കിതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എല്ലാത്തിലും, കാരണം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേറൊരാളെ ഞാൻ ചെയ്യുന്ന ജോലി വേണമെങ്കിൽ നമ്മൾ കൂടെ വരാനും കൊണ്ടുവിടാനൊക്കെ ആരെങ്കിലും ഉണ്ടാവുന്നല്ലാതെ, പിന്നെ ഇപ്പം നമുക്ക് വല്ല അസിസ്റ്റൻറ്റ് വേണമെങ്കിൽ അങ്ങനെ, അല്ലാതെ ഇപ്പം എൻക്വയറി വരുമ്പം അത് എൻക്വയറി നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് അവരോട് സംസാരിച്ച് അത് ചെയ്യുന്നത് നമ്മൾ തന്നെ പോയി എല്ലാം എഡിറ്റിംഗ് അവസാനം കൊടുക്കുന്ന ഡ്രൈവിലാക്കി കൊടുക്കുന്നത് വരെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് എല്ലാം തന്നെയാണ് ചെയ്യുന്നത്, അഞ്ജന തന്നെയാണ്. അപ്പോൾ അത് ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല, അതിന് ശേഷം ഉള്ള എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അതൊക്കെ എങ്ങനെ പഠിച്ചപ്പോൾ എഡിറ്റിംഗ് ഒക്കെ? ഞാൻ ഭയങ്കര സ്ലോ പ്രോസസ്സിൽ വന്ന ഒരാളാണ്. അത്രയും സ്ലോ ഒന്നും ആവരുതായിരുന്നു, കുറച്ചും കൂടി ഫാസ്റ്റ് ആവണം. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം നമ്മൾ ചെറിയൊരു ഫോട്ടോ എടുക്കും, അപ്പം അതിന്റെ ചെറിയ രീതിയിലുള്ള എഡിറ്റിങ്, പിന്നെ നമുക്കത് പോരാന്ന് തോന്നും. അപ്പം ഈ പറഞ്ഞ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും എഡിറ്റ് ചെയ്യുന്നത് ലൈറ്റ് റൂമിലാണ്. ലൈറ്റ് റൂം എഡിറ്റിംഗ് സിമ്പിൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ നമുക്ക് ഓക്കെ ആവില്ല. പക്ഷെ ചില ടൂളുകൾ അവർ ഉപയോഗിക്കുന്നത് കാണുമ്പം അത് നമ്മുടേതായ രീതിയിൽ ഉപയോഗിക്കുമ്പം നമുക്ക് വേറെ രീതിയിലുള്ള ഓരോ സാധനങ്ങൾ അങ്ങനെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഓരോ എക്സ്പെരിമെന്റ് നടത്തി ആണ് നമ്മൾ ഇതിലേക്ക് ഓരോന്ന്. പിന്നെ ഇത് പറഞ്ഞ ആരെങ്കിലും സംസാരത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ പോയിന്റുകൾ വെച്ചിട്ട്, കാരണം നമുക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല, യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പം ആരെങ്കിലും സംസാരിക്കുമ്പം അവർ പറയുന്ന ചെറിയ പോയിന്റുകൾ പോലും നമ്മൾ കളക്ട് ചെയ്ത് പിന്നെ ചിന്തിച്ചിട്ട് അത് നമ്മൾ ചെയ്തു. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യമൊന്നും തുടങ്ങിയത് ഇങ്ങനെ സീരിയസ് ആയിട്ടൊന്നും അല്ല, ഫോളോവേഴ്സിന് ഉണ്ടാക്കുക, ലൈക്സ് കിട്ടുക, ഇതൊക്കെയായിരുന്നു. അപ്പം നമുക്കൊരു ഇൻകം കിട്ടി തുടങ്ങും, അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് കിട്ടി തുടങ്ങും. നമ്മൾ ഇന്ന് വർക്ക് ഇടാൻ നിനക്കത് ചെയ്തൂടെ, നിനക്ക് എൻ്റെ ഫോട്ടോ എടുത്തരാമോ എന്ന് ചോദിച്ച് ആദ്യം വന്ന ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ആദ്യം അങ്ങനെ ഒരു വർക്ക് തന്നത് എൻ്റെ ഫ്രണ്ടാണ്, അമൃത ആണ് എനിക്ക് വർക്ക്. നമ്മുടെ ഇൻസ്റ്റാ സെലിബ്രിറ്റി തന്നെയാണ് അല്ലേ, ഐശ്വര്യ റായുടെ മുഖമുള്ള കണ്ണുള്ള ആള്. ഓക്കെ, അവരാണ് ആദ്യമായിട്ട് വർക്ക് ഒരു പെയ്ഡ് വർക്ക് വരുന്നത്. അപ്പോഴും എനിക്ക് അതിന് മുന്നേ പുള്ളിക്കാരുടെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പെയ്ഡ് വർക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് അത്രയും ചെയ്യാനുള്ളതില്ല. വൈറലായ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതൊക്കെ അല്ല അതിന് മുന്നെയാണ്, ആള് വൈറലാവുന്നതിന് മുന്നേ ആയിരുന്നു ഇത്. അപ്പോൾ പറഞ്ഞു ഇല്ല, അത് കുഴപ്പമില്ല, എനിക്ക് എടുത്തിരുന്ന പോലെ തന്നെ എടുത്താൽ മതി, അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം കൂളായിട്ട്. അപ്പോൾ ആളും എൻ്റെ കൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ ആളുടെ ഷൂട്ടായിരുന്നില്ല, വേറൊരാളുടെ ഷൂട്ടായിരുന്നു, റഫർ ചെയ്തതാണ്. അപ്പോൾ അമൃതയും കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് പോയി അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് ആദ്യത്തെ പേയ്മെന്റ് 2000 രൂപ. അതാണ് തുടങ്ങിയത് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഒരുപാട് പേരെ ചെയ്തു, ഒരുപാട് പേരുടെ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്തു, പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇപ്പം എനിക്ക് ഞാൻ അഞ്ജനയുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഞാൻ ഇംപ്രസ്ഡ് ആയി. അപ്പോൾ എനിക്ക് അഞ്ജനെ അപ്രോച്ച് ചെയ്യണം, എനിക്ക് എൻ്റെ ഫോട്ടോസ് എടുത്തു തരണം. അപ്പോൾ ഞാൻ വന്ന് ഇപ്പം എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ്. എന്താ അതിൻ്റെ ഒരു രീതി? അത് എനിക്ക് എൻക്വയറി വരുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പം നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുവാണെങ്കിൽ, ഇപ്പം നോർമൽ ആൾക്കാർ ചോദിക്കുന്നത് എത്രയാണ് പേയ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു പേയ്മെൻറ്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ് റിക്വയർമെൻറ്റ് എന്താണെന്ന് പറയാതെയാണ് ആൾക്കാർ പേയ്മെൻറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റ് നമ്മളോട് ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഒരു പേയ്മെൻറ്റ് പറയാൻ പറ്റും.
ഇപ്പൊ എനിക്ക് കൂടുതലും വരുന്നത് ചേട്ടൻ മോൻ കണ്ട പുറത്താണ് എനിക്ക് കൂടുതലും വരുന്നത് മാട്രിമോണിയിൽ ഇടാൻ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഷൂട്ട് നമ്മളിപ്പോ ചെയ്യാറുണ്ട്. മാട്രിമോണിയിൽ ഇടാൻ വേണം ഫോട്ടോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അതും പറ്റാം. എല്ലാ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈലിലേക്ക് ഇടാനുള്ള ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞ് വരാറുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. എനിക്ക് കുറച്ച് അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് കുറച്ച് ഫോട്ടോസ് വേണം. അപ്പം ഞാൻ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഐഡിയാസ് പറയുമോ? അങ്ങനെയാണ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ നമ്മൾ ചോദിക്കും, ഞാൻ ഫോട്ടോസ് മാത്രം എടുത്ത് തന്നാൽ മതിയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്ത് തരണോ എന്നുള്ളത് ചോദിക്കും. നമ്മൾ മേക്കപ്പ് നോക്കണോ അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റിനെ നോക്കണോ, കോസ്റ്റ്യൂമിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ്യൂമായിട്ട് നോക്കണോ, അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഷൂട്ട് മാത്രം ചെയ്ത് തന്നാൽ മതി എന്ന് ചോദിക്കും. ഇപ്പം മറ്റൊന്നാണ് ഇപ്പം തീം ബേസ്ഡ് ഫോട്ടോഗ്രാഫി അല്ലേ, അത് അഞ്ജന ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മനസ്സിലൊരു തീം, അല്ലെങ്കിൽ ഇപ്പം ഒരു സാരി ആണെങ്കിൽ ഇപ്പോൾ ലേഡീസിൻ്റെ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു തീം വെച്ചിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ടല്ലോ അല്ലേ? അതെ. ഇപ്പം എല്ലാ ഷൂട്ടും ഇപ്പം ഞാൻ പുറത്തേക്ക് ഇടുന്ന ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഫോട്ടോസിനും ഇട്ടിരിക്കുന്ന എല്ലാ ഫോട്ടോസിനും എൻ്റെ മനസ്സിലൊരു യുണീക്നെസ് ഉണ്ട്. അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. എനിക്ക് അല്ലാതെ നമ്മൾ വെറുതെ ഇപ്പം അതിൽ ആ ഒരു മോഡലിനെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും പോലും നമ്മളത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യത്തില്ല. ആ ഒരു ഫോട്ടോയ്ക്ക് മറ്റുള്ള ഫോട്ടോയിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം. അങ്ങനെയാണ് നമ്മൾ എല്ലാ ഫോട്ടോസും എടുക്കാൻ ശ്രമിക്കുന്നത്. ഒന്നെടുത്തത് അതേ പാറ്റേൺ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിലപ്പം നമുക്ക് എൻക്വയറി വരുമ്പം അതുപോലെ തന്നെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക? ഡിമാൻഡും ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പം ഈ നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്ന ആളുകളുടെ ഇപ്പം നമ്മൾ എന്തായാലും മോഡൽസിൻ്റെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പം അതുപോലെ വന്നില്ല എന്ന് പറയും ചിലപ്പം ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ. പല ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അല്ലേ? എല്ലാം കൂടെ ഒരുമിച്ച് വന്നാലല്ലേ നമുക്ക് അത് കിട്ടും. അതെ. നോർത്തിൽ നമുക്ക് ഇവിടെ വരുമ്പം കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. അവർക്ക് നമ്മുടെ കേരളത്തിൽ അങ്ങനെയില്ല. ഇവിടുന്ന് ഷൂട്ട് ചെയ്ത ആരും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ എൻക്വയറീസ് ഉണ്ട്, ചെയ്യാറുണ്ട്. അവര് കൊച്ചി കാണാൻ വരുന്നു. അപ്പോ അങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ ആർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. അവരുടെ ഏറ്റവും നല്ലൊരു ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അതിൽ ഇതുവരെ അങ്ങനെ ആരും മുഖത്തുനിന്ന് പാട് മറിച്ച് കളയണം അല്ലെങ്കിൽ കളർ കൂട്ടണം അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. അതുപോലെ അതിലേറ്റവും ഭംഗിയായിട്ട് എങ്ങനെ പറ്റുന്നോ അങ്ങനെ. വൈറലായ ഫോട്ടോസിൽ ആരൊക്കെയുണ്ട്? എൻ്റെ ചേച്ചിയുടെയും എൻ്റെ അനിയൻ്റെ ഒരു ഫോട്ടോയാണ്. അത് ആദ്യകാലത്ത് അവർ മഴയത്തിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്താണ്. അതിപ്പോഴും പല സൈറ്റുകളിൽ കൂടെ അതൊരു നമ്മൾ കാണാത്ത രീതിയിൽ വ്യൂ പോയിന്റിൽ രണ്ട് കപ്പിൾസ് ഇരിക്കുന്ന പോലെ മറ്റേ അങ്ങനെയുള്ള പല രീതിയിൽ ഇപ്പോഴും ആ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ അകത്ത് ടാഗ് വരാറുണ്ട്. പിന്നിൽ കുഞ്ഞിപ്പറവാണ്. എൻ്റെ ചേച്ചി അവര് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ എടുത്തൊരു ഫോട്ടോസാണത്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അത് ഭയങ്കര അവകാശവാദങ്ങളൊക്കെ വന്നിരുന്നു. എടുത്തേ നമ്മുടെ പേര് അടിയിൽ വെച്ചിട്ടുണ്ടാണ്, അത് കട്ട് ചെയ്ത് കളഞ്ഞ് കുറെ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോയിട്ട് ഇത് മതി, ഇനി വേറെ ജോലി വേണ്ട, ഇതാണ് പ്രൊഫഷൻ എന്ന് ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ? അതെപ്പോഴായിരുന്നു? ഞാൻ നോർമലി ഇത്രയും ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലാത്തൊരു ജോബ് പോലത്തെ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അവരെന്ത് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് ആങ്സൈറ്റി ഉണ്ടാവും. അപ്പം ഞാൻ എവിടെ ഇന്റർവ്യൂവിനും ഇതേവരെ ഒരു ഇന്റർവ്യൂവിനും എന്നെ സെലക്ട് ചെയ്തിട്ടില്ല. ഞാൻ അല്ലാത്ത ജോബിന്റെ എന്ത് ഇന്റർവ്യൂവിനും പോയിട്ട് ഇതുവരെ ഒരു ഇന്റർവ്യൂവിനും എന്നെ എടുത്തിട്ടില്ല. കാരണം ഞാൻ ഒന്നും മിണ്ടില്ല, വെറുതെ ഇരിക്കുകയുള്ളൂ. അറിയാമെങ്കിലും പറയാൻ പറ്റില്ല. ഇപ്പൊ അഞ്ജന പറയുമ്പോൾ അഞ്ജനെ കുറിച്ച് അഞ്ജന കൃത്യമായിട്ട് അറിയാം, എനിക്ക് നല്ല ധാരണയുണ്ട്. അതാണല്ലോ വേണ്ടതല്ലേ? ഓക്കെ. അത് ഈ പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ പ്രൊഫഷൻ വരുമ്പോൾ അഞ്ജനക്ക് ഐഡിയാസ് ഉണ്ട്, അഞ്ജനക്ക് അറിയാം. എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്. ഇതിപ്പം എനിക്ക് എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ഷൂട്ടാണെങ്കിലും അത് അവസാനം അതൊരു സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഉണ്ട്. എനിക്ക് വേറൊരു കാര്യത്തിലും ഇത്രയും കോൺഫിഡൻസ് ഇല്ല. വേറൊരു കാര്യത്തിലും ഒന്നിലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും ഒരു ഷൂട്ട് അതിപ്പം എത്ര വേഴ്സ് സിറ്റുവേഷൻ ആണെങ്കിലും അത് എങ്ങനെയെങ്കിലും ആ ഒരു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആക്കാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതാണ് ആ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നമ്മുടെ പ്രൊഫഷനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്ത് വന്നാലും അത് എങ്ങനെയെങ്കിലും ഏത് വഴി പോയിട്ടാണെങ്കിലും ഇത് ഓക്കെ ആക്കാൻ പറ്റും എന്നൊരു വിശ്വാസമാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് ഫോട്ടോഗ്രാഫർ ആവണം, എനിക്ക് കുഞ്ഞിപ്പാറനെ പോലെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ എനിക്കൊരു മൊബൈലുണ്ട്, ഞാൻ കുഞ്ഞു ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളാണ്. ആൾക്കാരൊക്കെ പറയുന്നു കൊള്ളാം, നിനക്കൊരു ഭാവമുണ്ട്, നീ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നു. അപ്പം ഞാൻ അങ്ങനെ പോവാണ്. അപ്പം
ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് മൊബൈലിൽ നിന്ന് നേരെ ക്യാമറയിലേക്ക് വന്നു. ഇനി ആ ഒരു ക്യാമറ തന്നെ നിന്നുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ആൾക്കാർ വരത്തില്ല. നമ്മളെ അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. അപ്പം അഞ്ജന എങ്ങനെയാണ് അഞ്ജനയെ അപ്ഗ്രേഡ് ചെയ്യുന്നത്? പുതിയ ക്യാമറ വേണ്ടേ, പുതിയ ഐഡിയാസ് വേണ്ടേ? അപ്പം അതെങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം ഭയങ്കര ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യും ഓരോ ആൾക്കാർ. ഇപ്പം ഈ പറയുന്ന ഓരോ ആളുകളുടെ ഫോട്ടോസ് കാണുമ്പം ചില ആളുകളുടെ ഫോട്ടോസ് ഭയങ്കര പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പം എന്തായിരിക്കും ചേഞ്ച്? അപ്പം നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഡിവേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തേക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ വരുന്നൊരു ഇതിൽ അപ്പം നമ്മൾ കമ്പയർ ചെയ്യും, ഓക്കെ നമ്മളപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു ടൈമായി. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ആരെങ്കിലും ഒരു ക്യാമറ കണ്ട് എടുത്ത് നോക്കുമ്പോൾ കൊള്ളാം, ഓക്കെ അപ്പം അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഒത്തിരി ഡിഫറൻസ് മനസ്സിലാവുന്നത്. അങ്ങനെ എല്ലാം അവസാനം നമ്മൾ പോയി സെർച്ച് ചെയ്ത് നോക്കുന്ന യൂട്യൂബിൽ തന്നെയായിരിക്കും. ഒത്തിരി വീഡിയോസ് അങ്ങനെ ഉണ്ട്. നമ്മൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉണ്ട്. അപ്പോൾ അത് പക്ഷേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമ്മുടെ രീതിയിൽ അതിനെ മാറ്റുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എനിക്ക് തോന്നുകയാണ് എനിക്ക് ഈ പ്രൊഫഷൻ വേണമെന്ന്. പക്ഷെ ഇതുപോലെ കുഞ്ഞി പറഞ്ഞ പോലെ ഒരു നല്ല ഐഡി ഒക്കെ ഉണ്ടാക്കി ഒരു ഫോളോവേഴ്സിനെ കൂട്ടി അതിന് ലൈക്സ് കൂട്ടി അതിനൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫോട്ടോസ് ആൾക്കാർ കണ്ട് അത് ഇഷ്ടപ്പെട്ട് വാങ്ങണം, കാശ് കിട്ടണം. വല്ല വഴിയുണ്ടോ? അതിന് ഇപ്പം നമ്മൾ മേടിക്കുന്ന ഫോട്ടോസ് സെല് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുണ്ട്. ഇപ്പം ഫോണിലെടുത്താണെങ്കിലും സെല് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ ഫോട്ടോസ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ആൾക്കാർക്ക് നമ്മുടെ കാശ് കൊടുത്ത് നമ്മുടെ ഫോട്ടോസ് വാങ്ങിക്കും. എനിക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര സിമിലർ അല്ലാന്ന് തോന്നുന്നു. ചെയ്യുന്നുണ്ട് ആളുകൾക്ക്. പുറത്തൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. പുറത്തൊക്കെ ഇഷ്ടം പോലെ അത്തരം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പെയിന്റിങ്സ് ഒക്കെ വാങ്ങുന്ന പോലെ നമ്മുടെ ഫോട്ടോസ് ആൾക്കാർ വലിയ കാശൊക്കെ കൊടുത്ത് മേടിക്കും. അപ്പൊ അതും ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യം. അങ്ങനെയും ഇൻകം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്.